സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ 3-ാമത്തെ ദശകത്തിലത്തെ 3-ാമത്തെ ശ്ലോകം ആണ് കണ്ടത്. അതേ ആശയം തന്നെയാണ് ഏകദേശം 4-ാമത്തെ ശ്ലോകത്തിൽ. ഒരു സെയിം ആശയമാണ് രണ്ടിലും. അപ്പം അങ്ങനെയുള്ള ആവർത്തനങ്ങളൊക്കെ വന്നു എന്ന് വരും. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അത്. അപ്പം ഇന്നലെ പറഞ്ഞത് ഭഗവത് കൃപ ഉണ്ടെങ്കിൽ എന്ത് തന്നെ ആണ് തനുഭൃത്തുക്കൾ അല്ലെങ്കിൽ ശരീരികൾക്ക് കിട്ടാത്തത്. അതുകൊണ്ട് എൻ്റെ രോഗം ശമിക്കുക എന്ന കാര്യവും തീർച്ചയായിട്ടും ഭഗവാനെ ഭരിച്ചതുകൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുവരെ എന്താ സാധിക്കാത്തത്? അങ്ങയുടെ കൃപയില്ല. അതിനിപ്പോൾ ഞാനല്ലല്ലോ ഉത്തരവാദി. അങ്ങയുടെ കൃപ ഉണ്ടാവണമെങ്കിൽ അങ്ങ് തന്നെ വിചാരിക്കണം. അങ്ങനെ ഏതെല്ലാം ആളുകളെ എത്ര എവിടെ ഏതേത് ആളുകളൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്നില്ല. ധാരാളം ആളുകൾ അങ്ങനെ സഞ്ചരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. മുനിപ്രൗഢാരൂഢ ജഗതികലുകൂടാത്മകതയോ ഭവത്പാദാംബോജസ്മരണ വിരിയോ നാരദമുഖാഃ ചരന്തീശസ്വൈരം സടത പരിനിർഭാത പരചിത് സദാനന്ദാദഹിത പരിമഗ്ന കിമപരം. ഇന്നലെ ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ശോകമില്ലാതെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമായിട്ട് ഏതേത് ആളുകൾ സഞ്ചരിക്കണില്ല എന്ന് പറഞ്ഞതിനെ ഇവിടെ വ്യക്തമാക്കി. പ്രൗഢാരൂഢ എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഭവത്ത് പാദാംബോജസ്മരണ വിരിച്ച, അല്ലയോ സർവേശ്വര, അങ്ങയുടെ പാദാംബോജസ്മരണം കൊണ്ട് അരോഗരായിട്ട്, രോഗമില്ലാത്തവരായിട്ട്, ഏറ്റവും വലിയ രോഗം വരാതിരിക്കാനുള്ള മാർഗമാണ് ഭഗവത് സ്മരണം എന്നാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഭഗവത് സ്മരണം കൊണ്ട് രോഗമില്ലാണ്ടാവുക? വിശ്വാസവും ഇതൊക്കെ ഇല്ലേ? ശാസ്ത്രീയമായിട്ട് അതിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? വളരെയധികം ഉണ്ട്. ആയുർവേദത്തിൽ പറയുക, രാഗാദിരോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രകൃതാനശേഷാൻ എന്ന് പറഞ്ഞിട്ടാണ് ചികിത്സാശാസ്ത്രമായിട്ടുള്ള ആയുർവേദം ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ. എന്താ പറയുക? രാഗാദിരോഗാൻ എന്നാണ്. മനസ്സിൻ്റെ രാഗാദിഭാവങ്ങളാണ് രോഗത്തിന് കാരണമാവുന്നത്. ഇന്നത്തെ സൈക്കോ ഫിസിക്സ് സിദ്ധാന്തത്തിലും അത് തന്നെ പറയണു. അരോഗം ആയിട്ട് ഒരാൾ ജനിച്ചാൽ ആ ശരീരത്തിൽ തീർച്ചയായിട്ടും രോഗമുണ്ടാക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥകൾക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടായതാണ്. പ്രകൃത്യാ ജനന രോഗിയായിട്ടുള്ള ഒരാളെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. യാതൊരു തകരാറും ഇല്ലാതെ പരിപൂർണ ആരോഗ്യമുള്ള ഒരു കുട്ടി, ആരോഗ്യത്തോട് കൂടിയിട്ടൊരു ശിശു ജനിക്കുകയാണ്, വളരുകയാണ് എങ്കിൽ അങ്ങനത്തെ ഒരു ഉദാഹരണം എടുക്കുക. പക്ഷെ അവർക്ക് യാതൊരു വിധ മനസ്സമാധാനവും ഇല്ല എന്ന് കൂട്ടുക. ശരീരം കൃത്യമാണ്, ഒരു കുഴപ്പമില്ല. ഒരു വിധത്തിലും മനസ്സമാധാനം ഇല്ലാണ്ടാണ് ആ കുട്ടി തൻ്റെ കൗമാര യൗവന ഘട്ടങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ അതേ സംഘർഷം വെച്ച് പോവാൻ തീർച്ചയായിട്ടും അയാൾ ഒരു രോഗിയാവും. അങ്ങനെ ഇത് വർണ്ണിക്കാൻ പറ്റും, ഇത് പറയാൻ പറ്റുള്ളൂ. രോഗമുള്ള ഒരാൾ അതുകൊണ്ടല്ല രോഗിയായി തീരുന്നത്. ജന്മനാ രോഗമുള്ള ഒരാൾക്ക് രോഗത്തിന് കാരണം മനസ്സല്ല കേട്ടോ, അത് പൂർവ്വജന്മകർമ്മമാണ് എന്നാണ് പറയുന്നത് ആയുർവേദം. രോഗമില്ലാത്ത ഒരാളെ പറ്റി എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്.
നല്ല ശാരീരികാവസ്ഥയിലൊരു കുട്ടി കൗമാരം യൗവനം കടന്നു മധ്യവയസ്കം വരെ അയാൾക്ക് ടെൻഷനാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം അയാളൊരു രോഗിയാവും. BP ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവുക എന്ന് എനിക്ക് പറയാൻ വയ്യ. അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവാൻ മനസ്സിൻ്റെ ചലനം കാരണമാകുന്നു, മനസ്സിൻ്റെ അസ്വസ്ഥത കാരണമാകുന്നു. അതുകൊണ്ടാണ് ആയുർവേദം രാഗാദി രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അപൂർവ വൈദ്യനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് ചികിത്സാശാസ്ത്രമായിട്ടുള്ള ആയുർവേദം തുടങ്ങിയത്. അഷ്ടാംഗഹൃദയത്തിലെ ആദ്യത്തെ ശ്ലോകമാണത്. ആദ്യത്തെ പ്രാർത്ഥന ശ്ലോകം രാഗാദി രോഗങ്ങളെ ഇല്ലാണ്ടാക്കണം. രാഗം എന്നിങ്ങനെ എഴുതുക, അതിൻ്റെ അപ്പുറത്തൊരു പുള്ളി ഇട്ടാൽ എന്തായി? രോഗം ആയി. എഴുതുമ്പോഴും വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു പുള്ളി ഇട്ടാൽ രാഗം പോയിട്ട് എന്തായി? രോഗമായി. പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഇതൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണം കൊണ്ട് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ആ മനസ്സിൻ്റെ സമാധാനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതിനൊരു മരുന്നോ വ്യായാമോ പോലും ഇല്ല. തെറ്റിദ്ധരിക്കേണ്ട. അതിനൊരൊറ്റ വഴിയുള്ളൂ. യോഗ അല്ലെങ്കിൽ ഭഗവാനെ ചിന്തിക്കുക, കുറച്ച് ഭക്തിയായിട്ടോ സമാധാനമായിട്ടോ ഉള്ള കാര്യങ്ങളിൽ ഇടപെടുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യം എത്രയ്ക്കുണ്ട് നോക്കൂ. ഇതൊന്നുമില്ലാതെ നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതകാലമൊക്കെ അധ്വാനിച്ചിട്ട് കുറച്ച് കാലം സുഖമായിട്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ഇത് ആവശ്യമാണോ അല്ലയോ? വളരെയധികം ആവശ്യമായതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ, ശരീരത്തിന് ആഹാരം, പോഷകാഹാരം, നല്ല ആഹാരം എന്തെങ്കിലും വാരി കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. കേടില്ലാത്ത ആഹാരം എപ്രകാരമാണോ അതുപോലെയാണ് മനസ്സിന് ഈ ശാന്തി. മനസ്സിന് ആഹാരമല്ല വേണ്ടത് ആണോ? അപ്പോൾ അതിന് ആരോഗ്യം ഉണ്ടാവണം, മനസ്സിന് ആരോഗ്യം ഉണ്ടാവണം. ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ പോരാ. മനസ്സിൻ്റെ അനാരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ ബാധിക്കണം. അപ്പം അതുകൊണ്ട് സർവേശ്വര ഭവത് പാദാംബോജസ് സ്മരണ, ഭഗവത് പാദത്തെ നല്ലപോലെ വിചാരിക്കുക. പാദാംബോജം മാത്രമാക്കണം എന്നില്ല, മറ്റവയവങ്ങളെയും ചിന്തിച്ചൊരു ധ്യാനം ശീലിച്ചാൽ. പാദാംബോജം എന്നിവിടെ പ്രതീകമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്രമായിട്ട് അങ്ങനെ ചിന്തിക്കണം എന്ന് അർത്ഥമുണ്ടോ? ഇല്ല. പാദത്തെ സ്മരിച്ചാലും മതി. അല്ലെങ്കിലോ മഞ്ഞപ്പെട്ടോ ശംഖോ ചക്രോ ഗതിയോ താമരപ്പൂവോ ഭഗവാന്റെ ആ രൂപം നിർത്താൽ മതി. അതെങ്ങനെ പ്രഭാതത്തിൽ വളരെ നേരത്തെ ഒരു 4 മുതൽ 7 വരെയുള്ള സമയമാണത്രേ ഇതിനൊക്കെ ഏറ്റവും നല്ലത്. ഹൃദയത്തിനെ താമരയാക്കിയിട്ട് സങ്കല്പിച്ചതിൽ ചന്ദ്രൻ, സൂര്യൻ, അഗ്നി ഈ 3 മണ്ഡലങ്ങളെ ക്രമമായിട്ട് ധ്യാനിക്കുക. എന്നിട്ടാണ് ഈ പാദാംബോജസ്മരണ വേണ്ടത്. അങ്ങനെ ചിന്തിച്ചിട്ട് അരോഗരായിട്ട് തീരുന്നു. രോഗമില്ലാത്തവർക്ക് ഒരിക്കലും രോഗം ഇങ്ങനെ ആയാൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രോഗം വരുത്തി കൂട്ടല്ലേ? തീർച്ചയായിട്ടും 1% നമ്മൾ രോഗം വരുത്തി കൂട്ടുകയാണ്. അത് ഒഴിവാക്കാം. ജന്മനാ രോഗികൾക്ക് ഇവിടെ നിവൃത്തിയില്ലാതെ പിന്നെ പൂർവ്വജന്മം കൊണ്ട് നമുക്ക് അനുഭവിക്കുക നിവൃത്തിയുള്ളൂ. അല്ലാത്തത് ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് ഡോക്ടറെ കണ്ട് കാശ് ചിലവാക്കണം? വെറുതെ രോഗം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അത് ഉണ്ടാക്കാണ്ടിരിക്കാനുള്ള മാർഗം എന്താണ്? ഭവത് പാദാംബോജസ്മരണം. നല്ലപോലെ കുറച്ച് മെഡിറ്റേഷനോ ധ്യാനോ അല്ലെങ്കിൽ കുറച്ച് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക, സഹസ്രനാമം ചൊല്ലുക. സമയം 2 നേരവും നമ്മളത് ചെയ്യണം. വ്യവഹാരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മനസ്സിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യുകയാണ് രാവിലത്തെ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കണം. പകൽ സമയത്തെ വ്യാപാരങ്ങളെ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് മനസ്സിനെ ശാന്താക്കാനാണ് സന്ധ്യ. പിന്നെ എന്താ വേണ്ടത്? ഭക്ഷണം കഴിച്ച് ഉറങ്ങുക, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് തയ്യാറാക്കണം. നല്ലൊരു ഉറക്കത്തിന് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കണമെങ്കിൽ സന്ധ്യാപ്രാർത്ഥന കൂടിയേ തീരും. മറ്റു കാര്യങ്ങളല്ല. ഇപ്പോൾ ഇവിടെ ആ ശാസ്ത്രീയ വശമാണ് പറയണത്. നല്ലൊരു ശാന്തമായ മനസ്സിനെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറക്കമില്ലാത്തവർക്കോ ഉറക്കധികമായവർക്കോ യോഗമോ ആരോഗ്യമോ ഉണ്ടാവില്ല. നദാ അജാതി സ്വപ്നശീലസ്യ, അധികം ഉറങ്ങുന്നവർക്കോ ഉറങ്ങാത്തവർക്കോ യോഗം സാധ്യമല്ല അർജുന. അധികം കിടന്നങ്ങോട്ട് ഉറങ്ങുക. ഇവിടെ ആരോഗ്യം പാഴാവാൻ വേറെ പണിയൊന്നും വേണ്ട. ഉണ്ടാണ്ട് കിടന്നുറങ്ങുക പാടില്ല. പകലുറങ്ങാനേ പാടില്ല. നമുക്ക് അനുവദനീയമല്ല അതെല്ലാം കൊണ്ടും.
രാത്രി സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യണം. അപ്പോൾ അധികം ഉറങ്ങരുത്, പാകത്തിന് ഉറങ്ങണം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു മനസ്സിനെ തയ്യാറാക്കാനാണ് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് ക്ലോസ് ചെയ്യുക. ഇനി നാളെ രാവിലെ കാര്യചിന്തയ്ക്ക് ഫയലെടുക്കുക. അതുവരെ നോ. കാരണം പണ്ട് പറയുന്ന ചെയ്യുക, അത്താഴം കഴിഞ്ഞാൽ കാര്യാലോചന പാടില്ല, ആ കാര്യം നടക്കില്ല എന്ന്. നടക്കാഞ്ഞിട്ടല്ലാതെ പണ്ട് അങ്ങനെ പറഞ്ഞാലേ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഉറങ്ങാൻ തയ്യാറാവാനുണ്ട്, നല്ലോണം തയ്യാറാവാനുണ്ട്. എന്താ വേണ്ടത്? ഒക്കെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഞാൻ ഇനി ഉറങ്ങാനാണ് പോണത്, ഇതൊന്നും ഇപ്പോൾ തൽക്കാലം എൻ്റെ മനസ്സിലേക്ക് വരണ്ട, നോ അഡ്മിഷൻ. ക്ലോസ് ചെയ്തു, കൗണ്ടർ ക്ലോസ്ഡ്. വിളിച്ചാൽ എടുത്തോളൂ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എടുത്തോളൂ. കൃത്യം 8 മണിക്ക് കൗണ്ടർ തുറക്കുന്നതാണ്. രാവിലത്തെ പ്രാർത്ഥന വരെ പറ്റില്ല, അത് കഴിഞ്ഞാൽ തുടങ്ങിയ എന്തൊക്കെയാണ് വേണ്ട ആലോചിക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മുടെ മനസ്സിൽ വരും. ഇത് തീരലുണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നിട്ട് നമുക്ക് സമാധാനിച്ചിരിക്കാനോ എന്തിനെങ്കിലും പറ്റുമോ? അതുണ്ടാവാത്ത കാര്യമാണ്. ഒരു സമയം വയ്ക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഭഗവത് പാദാംബോജസ്മരണ കൊണ്ട് വിരുജോ, സ്മരിച്ച് കൃത്യമായിട്ടുള്ള നിഷ്ഠയോട് കൂടിയിട്ട് എന്ത് മുടക്കിയാലും അത് മുടക്കരുത്. അവതയാണ് പ്രാധാന്യം. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. അങ്ങനെ വിരുജോ മീൻസ് രോഗമില്ലാത്ത അരോഗാവസ്ഥ. അതിന് ആരാണ് ഉദാഹരണം? നാരദമുഖാദികൾ. അപ്പം അവർ ഒക്കെ ഗൂഢാത്മകതയോ എന്നും കൂടി ആവണു. ഗൂഢമായിരിക്കുന്ന ആത്മഗതി ഉള്ളവരായിട്ട് തീരുന്നു. അതെന്താ വെച്ചാൽ ഈ മനുഷ്യൻ അങ്ങനെ പുറമേ ഉള്ള കാര്യങ്ങളിൽ ആസക്തി ഉള്ളവരും ഉള്ളിലേക്ക് ചിന്തിക്കുന്നവരുമായിട്ട് 2 തരക്കാരുണ്ട്. ഗൂഢാത്മഗതികളാണ് പതിവും ഈശ്വരഭക്തന്മാർ. കാര്യപ്പെട്ട സംഗതികളെ ചിന്തിക്കുക, ലോകമായിട്ടുള്ള കാര്യങ്ങളെ മാത്രമായിട്ട് ചിന്തിക്കാതിരിക്കുക. ഗൂഢാത്മകതയോ തന്നിൽ തന്നെ തൃപ്തി ഉണ്ടാവും, അതാണ് ആത്മഗതി, ആത്മാരാമൻ. നമ്മുടെ സംതൃപ്തി നിൽക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്, അല്ലാണ്ട് ഒരു വസ്തുവിലുമല്ല, ഒരു വ്യക്തിയിലുമല്ല എന്ന് ഉറപ്പിക്കുക. നമ്മൾ തന്നെ ആനന്ദത്തെ കണ്ടെത്തുന്നവരെ ഗൂഢാത്മകതയോ ആത്മാരാമന്മാർ. ഗൂഢാത്മഗതി ഉള്ളവരും ഭഗവാന്റെ പാദാംബോജത്തെ സ്മരിക്കുന്നവരും ആയിരിക്കുന്ന നാരദമുഖാഹ. മുഖ എന്ന് പറഞ്ഞാൽ മുതലായവർ. നാരദൻ, ശുകൻ, തുമ്പരു മുതലായിട്ടുള്ളവരൊക്കെ ചേർന്നിട്ടാണ് ഈ മുഖാഹ എറ്റ്സിട്ര നമ്മൾ പറയണല്ലോ. നാരദൻ തുടങ്ങിയവർ, മുനിപ്രൗഢ, അത്തരത്തിലുള്ള മഹർഷിമാർ. ഇപ്പോൾ ഗൂഢാത്മകതയോ മുതൽക്ക് തുടങ്ങണം. ഗൂഢാത്മഗതികളായിരിക്കുന്ന ഭഗവത്പാദാംബോജസ്മരണം ചെയ്യുന്ന നാരദൻ മുതലായിട്ടുള്ള മുനിപ്രൗഢന്മാർ, ഗൂഢാത്മഗതികളായിരിക്കുന്ന ആത്മാരാമന്മാരായിരിക്കുന്ന പ്രധാനപ്പെട്ട നാരദൻ, തുമ്പരു, ശുഗമഹർഷി മുതലായിട്ടുള്ളവർ ഇനി എന്ത് ചെയ്യണു? ചരന്തീശ സ്വൈരം. ഈശ സ്വൈരം ചരന്തി, യാതൊരു അല്ലലും ഇല്ലാതെ സ്വൈരമായി ചരന്തി വിഹരിക്കുന്നു. ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നേരത്തെ പറഞ്ഞത് നല്ല ലോകത്തിൽ പറഞ്ഞത്. ഭക്തി കൊണ്ട് വളരെ സുഖം എല്ലാവർക്കും കിട്ടും, സുഖഗതിയും അസക്താവിധതേ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പാദാംബോജ സ്മരണത്തിലേക്ക് ഒന്ന് പ്രത്യേകം ഊന്നൽ നൽകി ഈ ശ്ലോകത്തിൽ. ഇത് ധ്യാനാവാം, മെഡിറ്റേഷനാവാം, നേരത്തെ പറഞ്ഞ പോലെ. വിരുജോ, എങ്ങനെയാണ് രോഗമില്ലാണ്ടാവുക? മനസ്സിനെ അരോഗമാക്കിയാൽ ശരീരം അരോഗമാവും. മനസ്സിനെ ആദ്യം എന്ത് ചെയ്യണം? അരോഗമാക്കണം. അതെങ്ങനെ അരോഗമാക്കുക? ഭഗവാനിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അത് അരോഗമാവുള്ളൂ. പ്രപഞ്ചത്തിലേക്ക് വിട്ടാൽ അത് രോഗാവസ്ഥയിലായി. ശോകം, മോഹം, ഹർഷം, ഇതൊക്കെ മനസ്സിൻ്റെ അനാരോഗ്യാവസ്ഥയാണ്. ഇതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യും വേണം. അപ്പം വിരുജ, ഇതുകൊണ്ട് അവർ രോഗമില്ലാതായി തീരുന്നു. അങ്ങനെയുള്ള മുനിപ്രൗഢന്മാർ, നാരദൻ മുതലായിട്ടുള്ളതായിരിക്കുന്ന മുനിപ്രൗഢന്മാർ സ്വൈരമായിട്ട് സ്വൈരമായിട്ട് സഞ്ചരിക്കുന്നു. എങ്ങനെ സഞ്ചരിക്കുന്നു? അതിനെ വിവരിച്ച സതതപരിനിർബാധ പരചിത് സദാനന്ദേതപ്രതരപരിമഗ്ന. ഒറ്റ വാക്കാണ്, കണ്ടോ? സതതം മുതൽക്ക് മരിമഗ്ന വരെ മുറിക്കലില്ല, ഗ്യാപ്പില്ലോടെ. ചിത്ത് എന്നുള്ളടത്തും വരെയാ.
സതതപരിതൃബാധപരചിത്തദാനന്ദാതേതപ്രഥരപരിമഗ്ന. ഒറ്റ ബ്ലോക്കാണത്, മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സടതപരി നിർബാധപരചിത് സദാനന്ദാദ്വൈതപ്രഥരപരിമഗ്ന. അങ്ങനെയാവുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം, എവിടെയൊക്കെ മുറിക്കാം. സതതം, സതതം, സ തപരി എന്ന് വായിക്കരുത്. അങ്ങനെയൊക്കെ വരാമല്ലോ, അറിയാത്തവർക്ക് വേണ്ടി പറയട്ടുള്ളവർ, അറിയണവർ ക്ഷമിക്കുക. സദാ തപരി എന്നല്ല, സതത. പിന്നെ പരിനിർബാധ, പരിനീന്നോ നിർബാധന്നോ ആക്കരുത്, പരിനിർബാധ. സതത പരിനിർബാധ. പിന്നെ പരചിത്, പരചിത് സദാനന്ദ. നമുക്കറിയാം സദാനന്ദ എന്നുള്ള വാക്കല്ലേ, സദാനന്ദൻ്റെ സമയം കണ്ടാൽ അറിയാത്തവരാരും ഇല്ലല്ലോ. സദാനന്ദ. പിന്നെ അദ്വൈത, അത് കൂടുമ്പോഴാണ് സദാനന്ദ അദ്വൈത. അവിടെ സദാനന്ദ ദ്വൈത എന്ന് പറയരുത്, സദാനന്ദ ദ്വൈതല്ല, സദാനന്ദ അദ്വൈത. അവിടെ ദീർഘമുണ്ട്. സദാനന്ദാദ്വൈത, സദാനന്ദ പ്ലസ് അദ്വൈത, സദാനന്ദാദ്വൈത. സദാ ആനന്ദം അനുഭവിക്കുമ്പോൾ അത് അദ്വൈതാനുഭൂതിയാണ്. ഈശ്വരനും ഞാനും രണ്ടല്ല എന്ന അവസ്ഥയ്ക്കാണ് അദ്വൈത എന്ന് പറയുന്നത്. അദ്വൈത പ്രസര പരിമഗ്ന കിമപരം. അദ്വൈത ആനന്ദ, സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന കിമപരം. അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സ് നിർത്തി എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മുക്തി ആയ ഒരവസ്ഥയിൽ ആയിത്തീരുമ്പോൾ സദാ ആനന്ദാദ്വൈത പ്രസരത്തിൽ മുങ്ങുകയാണ്. അദ്വൈതമായിരിക്കുന്ന ഈശ്വരനിൽ നിന്ന് അന്യമല്ലാത്ത, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് അന്യമല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആനന്ദത്തെ അനുഭവിക്കുന്നു. ഈശ്വരനിൽ നിന്ന് വേറിട്ടതല്ല നമ്മൾ എന്ന ബോധം നേടി ആ അറിവിലേക്ക് എത്തി അതിങ്ങനെ പ്രസരപരിമഗ്ന പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകാശിച്ച് അതിലാട് മുങ്ങുകയാണ്. പരിമഗ്ന എന്ന് പറഞ്ഞാൽ മുങ്ങിയ, മുങ്ങുന്നു, മുങ്ങിയവരായിത്തീരുന്നു. സ്വൈരസഞ്ചാരം നമ്മൾ ചെയ്യുന്നു. അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുങ്ങുക എന്നുള്ളതാണ് പരിമഗ്ന എന്ന് പറഞ്ഞത്. പിന്നെ കിമപരം, ഇതിലധികമായിട്ട് എന്താണ് വേണ്ടത്? ഈ സദാനന്ദ അദ്വൈതത്തിൽ മുങ്ങിയ പിന്നെ അവന് വേറെ യാതൊന്നും ആവശ്യമില്ല. അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലത്തെ ശക്തി കൊണ്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. ഈ ഒരു അറിവാണ് ആത്മീയവാദിക്ക് വേണ്ടത്. ആദ്യം അവിടെ പോയി ഇവിടെ പോയി അവിടെ പ്രാർത്ഥിച്ച് ഇവിടെ പ്രാർത്ഥിച്ച് അവിടെ ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ അറിഞ്ഞാൽ, അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ധ്യാനവും അഷ്ടൈശ്വര്യ സിദ്ധി ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുമോ? എന്താ നിങ്ങളിപ്പോൾ ഈ പറയണത്? അത് വേണമെന്നില്ലല്ലോ. ഇവിടെ പറയണതേ ഭക്തിയെക്കുറിച്ചിട്ടാണ്. ധ്യാനത്തെക്കുറിച്ചിട്ടോ ഹഠയോഗത്തെക്കുറിച്ചോ ഒന്നും ഇവിടെ പ്രതിപാദിക്കണില്ല. ഭക്തി കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താം. ഭക്തി കൊണ്ട് ഒരു യോഗി അഷ്ടൈശ്വര്യ സിദ്ധി നേടുന്ന തലത്തേക്ക് എത്താം. പ്രഹ്ലാദൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പരമഹംസഗതിർ ലഭന്തേ. ഒരു സാധാരണക്കാരൻ ആയിക്കോട്ടെ, കളയ്ക്കണ ആളായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ, പരമഹംസന്മാർക്ക് എത്തുന്ന സ്ഥലത്ത് എത്താം ഭഗവാനെ. അവരെവിടെ എത്തുന്നുവോ അവിടെ തന്നെ പ്രാകൃതനും എത്താം, ഒരു കുറവുമില്ല. പക്ഷെ ഭക്തി ഉണ്ടായാൽ മതി. യോഗിയോ ജ്ഞാനിയോ എവിടെ എത്തിച്ചേരുന്നുവോ സാധാരണക്കാരായ നമുക്കത് അപ്രാപ്യമായ ബാലി കയറാമല അല്ല. ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഈശ്വരൻ എല്ലാം നമ്മളെ നോക്കി നടത്തിക്കൊള്ളും എന്ന ബോധ്യമുള്ളവർക്ക് ആ ഈശ്വരനെ ചിന്തിക്കണ്ടു. മറ്റതൊക്കെ ഭഗവാൻ ചിന്തിച്ചോളും. കുറേ ബാധ്യതയൊക്കെ അങ്ങോട്ട് ഭഗവാൻ കൊടുത്തളയുക. നമ്മളെന്തിനത് ഏറ്റി നടക്കാൻ പോണോ? അങ്ങനെ ഏൽപ്പിച്ചാലോ ഭഗവാനത് നമ്മൾ ചെയ്യണേക്കാട്ടിലും എത്ര ഇരട്ടി ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ കഴിയുമോ? നമ്മുടെ ബുദ്ധി ഇപ്പം എത്രയല്ലേ പോവുള്ളൂ. ഭഗവാനത് ഏറ്റവും വേണ്ട വിധത്തിലാക്കിക്കൊള്ളും. അതല്ലേ എളുപ്പം. എല്ലാം അറിയുന്ന ഒരാളുടെ വണ്ടി കൊടുത്താൽ ആ വണ്ടി അദ്ദേഹം നേരെ കൊണ്ടുപോയിക്കോളും. നമ്മൾ ഊഹിച്ച് കൊണ്ടുപോയാൽ എത്രയായാലും ഒരു നേരെ ഓടൂല്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി തട്ടിയെന്നും വരും മുട്ടിയെന്നും വരും. സത്യമല്ലേ?
അപ്പം നല്ല ആ ഈശ്വരൻ്റെ സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന അതിലാണ് മുങ്ങിയാൽ ഈ പറഞ്ഞ പോലെയായി, പിന്നെയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. അങ്ങനെ നാരദാദികൾ ഗൂഢാത്മഗതികളായിട്ട് ആത്മാരാമന്മാരായിട്ട് സഞ്ചരിക്കണു, ഭവത്പാദാംബോജ സ്മരണം കൊണ്ട് മാത്രം. അപ്പോൾ അവർ സ്വൈരമായിട്ട് സഞ്ചരിച്ച് സദാ സാതാത്ത പരിദുർബാധ പരചിത് സദാനന്ദാദ്വൈതം എപ്പോഴും ഭഗവാനെ ചിന്തിച്ചിട്ട്, നിർബാധ പരചിത് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ബാധ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, നിർബാധ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സദാനന്ദമായിരിക്കുന്ന അദ്വൈതത്തിൽ മുങ്ങി ആനന്ദിക്കുന്നു. പിന്നെ ഇനിതിലധികം എന്താണ് മനുഷ്യന് വേണ്ടത്? മുനിപ്രൗഢാരൂഢ ജഗതികലുഗൂഢാത്മകതയോ ഭവത്പാദാംബോജസ്മരണ വിരിജോ നാരദമുഖ ചരന്തീശസ്വൈരം സതതപരിനിർബാധ പരചിത് സദാനന്ദാദ്വൈതം പ്രസര പരിമഗ്ന കിമപരം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.